വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന പൂജകന്മാർ ഒരുപാടുണ്ട്. കർമ്മികള്, ക്ഷേത്ര പൂജ ചെയ്യുന്നവരുണ്ട്. അത് പ്രത്യേകിച്ച് കർമ്മം പഠിച്ച് ചെയ്യുന്നവരുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ പഠിച്ചിട്ട് ആ പൂജാവിധികൾ, ആ സമ്പ്രദായം മൊത്തം പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊന്നും അറിയാത്തവരുണ്ട്, പൂജ ചെയ്യുന്നവരുണ്ട്. പൂജ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരതൊക്കെ പൂജകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പുറത്തുനിന്ന് തൊഴിലോ അല്ലെങ്കിൽ ആ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടണം, അത് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ശബരിമലയ്ക്ക് പോകുന്ന സമയത്തൊക്കെയോ കെട്ടുനിറക്കി എല്ലാ വീട്ടിലും ഇങ്ങനെ കെട്ടുനിറക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോഴും ചിലപ്പോൾ ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല, എന്നാലും എല്ലാവരും എത്തിപ്പെടണമെന്നില്ല. അപ്പം പറഞ്ഞു വന്നത്, ഇപ്പം നമ്മുടെ വീട്ടിൽ ദൈവമുണ്ട്. അത് വിഷ്ണുവായാകാം, ദേവിയാകാം, ആരോ അല്ലെങ്കിൽ ഒരുപാട് മൂർത്തികളുണ്ടെന്ന് വിചാരിക്കാം. ആ മൂർത്തികൾക്ക് കൃത്യമായിട്ട് നിത്യ ഒരു പൂജ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എങ്ങനെ പൂജ ചെയ്യണം, അത് ഒന്നും അറിയാത്തവരുണ്ട്. അപ്പം അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ട്. അപ്പം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പം അവർക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ അറിഞ്ഞിട്ട് പൂജ ചെയ്യൽ തന്നെയാണ് എൻ്റെ ശരി. മുദ്രകളൊക്കെ കാട്ടിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് ചെയ്യുന്നതുണ്ട്. ഇപ്പം അതില്ലാതെ ലളിതമായിട്ട് ഒരു പഞ്ചാർച്ചന പൂജ ചെയ്ത് അവസാനിപ്പിക്കുക. അതിൽ മന്ത്രങ്ങളൊന്നുമില്ല. മന്ത്രങ്ങൾ ഉണ്ട്, ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ മന്ത്രം, അത് നമ്മൾ ജപിക്കണം. അല്ലാതെ മറ്റൊന്നും അതിലില്ലാതെ ഇപ്പം മുദ്രകളുണ്ട്. ആ മുദ്രകൾക്ക് ജലഗന്ധ പുഷ്പധൂപ ദീപത്തിനൊക്കെ മുദ്രകളുണ്ട്, നൈവേദ്യത്തിന് മുദ്രകളുണ്ട്, മന്ത്രങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ വളരെ ഏതൊരു സാധാരണക്കാരനും ഒന്ന് പൂജിച്ച് ഭഗവാനെ ഒന്ന് കൈത്തൊഴാൻ പറ്റുന്ന ഒരു സമ്പ്രദായം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ മുല്ലത്തറ കെട്ടിയിട്ട് ഇരുത്തുന്നതോ അല്ലെങ്കിൽ ഫോട്ടോത്തിന് സാധാരണ അതിൻ്റെ അടുത്ത് ചില സ്റ്റാൻഡിന് വെളുക്ക് വെച്ചു, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചു, ചിലപ്പോൾ വല്ലൊരു കർപ്പൂരം കാണിച്ചു. മിക്കവാറും കാണിക്കില്ല, ശബരിമല പോകുന്ന സമയത്തൊക്കെയാണ് അങ്ങനെ കാണിക്കാറുള്ളൂ. അപ്പോൾ ഫോട്ടോ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചാൽ ചുമരുമ വെച്ചിട്ട് ഭഗവാനെ അല്ലെങ്കിൽ ദേവനെ അല്ലെങ്കിൽ ദേവീനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചു, എന്നിട്ട് പ്രാർത്ഥിക്കാം. അതൊന്നുകൂടി വിപുലമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ, ആ ഫോട്ടോ താഴത്തിറക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു കർമ്മം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ പ്രതിഷ്ഠയ്ക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോഴായി ശരി പഞ്ചാർച്ചന പൂജയാണ് ചെയ്യുക. പഞ്ചാർച്ചന പൂജ എന്ന് പറഞ്ഞാൽ ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപം, അപ്പോൾ അങ്ങനെ 5 എണ്ണം, പിന്നെ നൈവേദ്യം, അങ്ങനെയാണ് ചെയ്യുക. അതേപോലെ അത് കഴിഞ്ഞിട്ട് കർപ്പൂര ആരാധന, അതങ്ങനെ ചെയ്യണം. അപ്പോൾ ജലം, ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു കിണ്ടി 2 കിണ്ടി വേണം. ആ 2 കിണ്ടി എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പൂജിക്കുന്ന സമയത്ത് നമ്മുടെ കൈ അവിടെ അറിയാണ്ട് തോടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ തോടും, അതൊക്കെ വളരെ ശുദ്ധിയായിട്ട് ഇരിക്കുന്നുണ്ടാവുക. നമ്മൾക്ക് അറിയുന്ന പോലെ അതിൽ മനസ്സുകൊണ്ട് നമ്മൾ അത് കൃത്യമാക്കുമ്പോൾ ശുദ്ധിയായി. പിന്നെ കൈ തൊട്ടിട്ട് അശുദ്ധാക്കുമ്പോൾ അതൊന്ന് ഇടത്തെ ഭാഗത്തിരിക്കുന്ന കിണ്ടിയിൽ കൈ കഴിച്ചിട്ട് വേണം പിന്നെ അത് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് 2 കിണ്ടി വേണം, വെള്ളം വേണം, അതേപോലെ ഗന്ധം, അതിൽ ചന്ദനം അല്ലെങ്കിൽ മറ്റേ ചന്ദനപ്പൊടി, കളവപ്പൊടി അതില്ലെങ്കിൽ ചന്ദനം അരച്ചത് എടുക്കുക. അരയ്ക്കാൻ ഇപ്പോൾ ചന്ദനം മുട്ടില്ല അവർ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് കളവപ്പൊടി എടുക്കാം. പിന്നെ പുഷ്പം, തെച്ചി, തുളസി ഒക്കെ എടുക്കാം. അപ്പോൾ ദേവിക്കോ ഹത്തനൊക്കെയാണ് വെച്ചെങ്കിൽ കുഴപ്പമില്ല, ചെമ്പരത്തി, അലറി, ഇതൊക്കെ എടുക്കാം. അപ്പോൾ ജലം, ഗന്ധം, പുഷ്പം, പിന്നെ ധൂപം. ആ ധൂപത്തിന് ധൂപക്കുറ്റിയുണ്ട്, അതിൽ സാമ്പ്രാണി അല്ലെങ്കിൽ അഷ്ടഗന്ധം ഇതൊക്കെ ഇട്ടിട്ട് കണൽ ഇട്ട് അങ്ങനെ പുകപ്പിക്കാം. അതാണ് ധൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത പക്ഷം ചന്ദനത്തിരി പൊട്ടിച്ചിട്ടിട്ടോ, ഇപ്പം അതിന് മറ്റേ ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി എന്ന് പറഞ്ഞിട്ടുള്ള കട്ടകളൊക്കെ കിട്ടും, അതൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാം, 1-2 ചന്ദനത്തിരി കൂട്ടി കെട്ടിയിട്ട് അത് കത്തിച്ച് വയ്ക്കാം. അപ്പോൾ ജല, ഗന്ധ, പുഷ്പ, ധൂപം, ഇനി ദീപം. അപ്പോൾ ദീപത്തിന് കുടിവിളക്ക് ആണ് സാധാരണ ഉപയോഗിക്കുക.
അതേപോലെ തന്നെ പുഷ്പം വെക്കാനായിട്ട് തളിക, അല്ല ഒരു തളിക ആവശ്യമാണ്. പിന്നെ ഈ പൂജയ്ക്ക് നമ്മൾ ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ പൂജിക്കുന്ന കാണാം. അപ്പം അതിന് ഈ തുളസിയുടെ 3 തല, 3 4 ഇലയുടെ അനുസരിച്ച് അത് കുറച്ച് തണ്ട് നീളത്തിൽ മുറിച്ചിട്ട് അതിൽ കൂട്ടിക്കെട്ടുക. അതുകൊണ്ടാണ് പൂജിക്കുക, ചന്ദനം വെള്ളമൊക്കെ. പിന്നെ ആ സമയത്ത് ഇത്രയും പൂജിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നിവേദ്യം വെക്കണം എന്നുണ്ട്. അവല്, മലര്, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി. അപ്പോൾ പഴത്തിന് കദളിപ്പഴമാണ് ഉപയോഗിക്കുക. ഇല്ലാച്ചിൽ സാധാരണ കിട്ടുന്ന പഴം വെച്ചാലും കുഴപ്പമില്ല, പൂമ്പഴം ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതും ഇല്ലാച്ചെങ്കിൽ വേറെ ഏത് നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നിവേദ്യത്തിനുള്ള വസ്തുക്കളായി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭസ്മത്തട്ട്, ആ തട്ടിൽ കുറച്ച് ഭസ്മം ഇട്ടിട്ട് 2 കർപ്പൂര കട്ടയും വെച്ച് അത് കത്തിച്ചിട്ട് ഭഗവാനെ ആരാധിക്കുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ കിണ്ടിയിൽ വെള്ളം എടുത്തു. അതേപോലെ തന്നെ കളവം വയ്ക്കാനുള്ള ഒരു പാത്രം ഉണ്ടാവും, അതിൽ ചന്ദനം വെച്ചു. പിന്നെ പുഷ്പം, ധൂപം, ദീപം. അപ്പോൾ ദേവനാണോ ദേവിയാണെങ്കിൽ ഒരു ദേവിയാണോ വിചാരിക്കുക, അല്ലെങ്കിൽ ദേവനാണോ വിചാരിക്കുക. അപ്പോൾ ഒരു വിഷ്ണുമായുടെ ആണ്. അപ്പോൾ ആ വിഷ്ണുമായുടെ ഒരു ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഫോട്ടോ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കുന്നത്. അല്ലെങ്കിൽ വിഷ്ണുമായ്ക്ക് ഒരു വിഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും കഴുകണം. ഫോട്ടോ കഴുകാൻ പറ്റില്ല, ഫോട്ടോ തുടയ്ക്കാം. ഫോട്ടോ വയ്ക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തെളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം വിളക്ക് കത്തിച്ച് വയ്ക്കുക. 2 വിളക്കായി നന്നായി അപ്പുറത്തും. എന്നിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എടുത്ത് സംഘടിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഭഗവാന്റെ മന്ത്രം അറിയിച്ചെങ്കിൽ അത് മന്ത്രം ചെല്ലുക. അല്ലാത്ത പക്ഷം ഓം നമോ വിഷ്ണുവായേ എന്ന് പറയാം. കാരണം ഒരുപാട് ഗുരുക്കന്മാരുടെ കയ്യിൽ ഓരോരുത്തരും പറയുന്ന മന്ത്രമല്ല അപ്പുറത്തുള്ളൊരു ആളുടെ നിന്ന് വരുന്നത്. അപ്പോൾ പല തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് വിഷ്ണുവായിക്ക് തന്നെ. അപ്പോൾ ദേവിക്കായാലും ശരി. അപ്പോൾ ഭദ്രകാളിക്കാണെങ്കിൽ ഭദ്രകാളിയുടെ മൂലമന്ത്രം ചെല്ലാം. കാളിക്കുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ, മൂലമന്ത്രം മാറില്ല. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമ. അപ്പം ഇത് ഭദ്രകാളിക്കാണ് എങ്ങനെ പൂജിക്കുന്നത് വെച്ചാൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. വിഷ്ണുവായിക്ക് ചെയ്യുമ്പോൾ ഈ മന്ത്രം ചെല്ലരുത്. അപ്പോൾ വിഷ്ണുവായിക്കാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ഉള്ളതിന് ഫോട്ടോ തുടച്ച് വെച്ചു, വിളക്ക് കത്തിച്ച് വെച്ചു, ഈ പറഞ്ഞ ജലഗന്ധ പുഷ്പ ധൂപ ദീപം ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അപ്പോൾ ഇതിൽ 2 കിണ്ടിയുണ്ട്. അപ്പോൾ കിണ്ടി ഇല്ലാത്തൊരാളാണെന്ന് വിചാരിച്ചാൽ പൂജിക്കണ്ടേ. അപ്പോൾ ഒന്നുകിൽ അതിനെ പറ്റുന്ന 2 പാത്രം സംഘടിപ്പിച്ചു. ഈ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചന്ദനത്തിന് ചന്ദനകുടം എന്ന് പറയും. ആ പാത്രം അതും ഇല്ലെങ്കിലും അതിൽ ചെറിയൊരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഇലയിൽ കുറച്ച് ചന്ദനം ഉണ്ടാക്കി വയ്ക്കാം. പൂവിനെ അതിന് തളിയില്ലെങ്കിൽ വാഴയിലയിൽ വയ്ക്കാം. പിന്നെ പറഞ്ഞ പോലെ ധൂപം, ഇപ്പോൾ ചന്ദനത്തിരിയോ മറ്റെന്തോ മറ്റേ കർപ്പൂര ചന്ദനം മറ്റേ ഇന്നാണ് ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഉണ്ട്, അത് കത്തിച്ച് വയ്ക്കാം. അതുപോലെ ഈ കൊടിവിളക്കിന് പകരം കൊടിവിളക്കുണ്ട് വെച്ചാൽ കൊടിവിളക്ക്, ഇതെല്ലാം ഉണ്ട് വെച്ചെങ്കിൽ ഉപയോഗിക്കാം, ഒന്നും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്താണ് കരുതുക. അപ്പോൾ കൊടിവിളക്കില്ല വെച്ചെങ്കിൽ ചേരാതെ വെച്ചാലും നമുക്കില്ലാത്തവർക്ക് അതിന് പൂജിക്കണ്ടേ ഭഗവാനെ. അത് ആദ്യം ഈ മറ്റെന്താണ് ഈ തുളസി അതേപോലെ തന്നെ കുറച്ച് ചന്ദനം തൊട്ടിട്ട് ഇതിൽ കുറച്ച് അരി നെല്ലിട്ട് വളരെ വിശേഷമായി. അങ്ങനെ അക്ഷതം എന്ന് പറയും. അരി നെല്ല് സ്വല്പം ഈ കളവപ്പൊടി അതുപോലെ ഈ പൂവിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്ഷതം എന്ന് പറയും. അതൊരു സ്വല്പം എടുത്തിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇതിൽ ഈ വെള്ളത്തിൽ വെച്ചിട്ട് ഗംഗേ യമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിയും കുരു അങ്ങനെ പറഞ്ഞിട്ട് 7 തവണ ആ മന്ത്രം ചൊല്ലുക. ആ മന്ത്രം ചൊല്ലിയിട്ട് ഈ സപ്തനദികളേനെ ഇതിലേക്ക് നമ്മൾ ആവാഹിച്ചു എന്ന് സങ്കല്പിക്കുക. ഗംഗേജ യമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിയും കുരു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് മുൻപ് അവരുടെ ദൈവങ്ങളേനെ ഇദ്ദേഹം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഗുരു ഒന്നും ഇല്ല വെച്ചെങ്കിൽ ഒന്നാലിങ്ങനെ കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ ആളുടെ അച്ഛനെ വിചാരിക്കുക. അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ദൈവത്തിനെ വിചാരിച്ചിട്ട് 2 കൈയിലും കുറച്ച് പുഷ്പം എടുത്തിട്ട് ചന്ദനം തൊട്ടിട്ട് വേണം ആ ഗംഗേനെ നമ്മളിതിലേക്ക് ആവാഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കിണ്ടിയിൽ വെക്കാൻ, വലത്തെ കിണ്ടിയിൽ വെക്കുന്ന കേട്ടോ. എന്നിട്ട് ഈ ഇതിൽ കയ്യിൽ വെച്ചിട്ട് വേണം ഗംഗേ യമുന ചൈവ ഗോദാവരി എന്ന് പറഞ്ഞിട്ടാണ് 7 തവണ അത് പൂജിച്ച് ജപിച്ച് അങ്ങനെ വെച്ചതിന് ശേഷം ഇതിൽ കുറേശ്ശെ എടുത്തിട്ട് പൂജിക്കുക. വെള്ളം തിന്നും അത് പൂജിക്കുക. അതേപോലെ തന്നെ ഗന്ധം
പുഷ്പം ഇതൊക്കെ ഒന്ന് പൂജിച്ചിട്ട് കുറച്ചും കൂടി പുഷ്പം എടുത്തിട്ട് ഈ സപ്തനദികളെ നമ്മളിലേക്ക് ആവാഹിച്ചു എന്ന് വിചാരിച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിശ്വാസമാണ്. ആ ഒരു പുണ്യാഹം ഉണ്ടാക്കുക എന്നുള്ളൊരു സങ്കല്പം. പുണ്യാഹം ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ്. അത് ഇത് ഇങ്ങനെ അറിയാത്തവർക്കുള്ളൊരിത്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കിണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ട് കിണ്ടിയുടെ മുറിയിൽ കൂടി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് തെളിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് എല്ലായിടത്തും തെളിച്ച് ആളെയും തെളിച്ചതിന് ശേഷം ഇയാളൊരു കുറി എടുത്തിട്ടിടുക. പൂജിക്കുന്ന ഒരു കുറി ഇടുക, സ്വല്പം പൂവ് എടുത്ത് വയ്ക്കുക തലയിൽ. എന്നിട്ട് ദേവൻ്റെ അവിടേക്കും കുറച്ച് വെള്ളമൊക്കെ തെളിക്കുക. വെളുക്കുമൊന്നും വെള്ളം ഒഴിച്ചിട്ട് വെളുക്ക് കിടത്തരുത്. ആദ്യം ജലം കൊണ്ട് പൂജിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണുവായി ആണെങ്കിൽ ഓം നമോ വിഷ്ണുവായി, ഓം നമോ വിഷ്ണുവായി എന്ന് പറഞ്ഞിട്ട് ഒരു 3 വെള്ളം പൂജിക്കുക. അത് കഴിഞ്ഞിട്ട് ഗന്ധം, ഈ ചന്ദനം ഒരു 3 തവണ പൂജിക്കുക. അത് കഴിഞ്ഞ് വെച്ച് കയ്യൊന്ന് ഇടയ്ക്കൊന്ന് നനയ്ക്കുക. അതിനാണ് ഈ അടുത്ത കിണ്ടി. അറിയാതെ ചിലപ്പോൾ വല്ല ഒന്ന് മേൽ തട്ടി അല്ലെങ്കിൽ ഒന്ന് ചൊറിഞ്ഞു അല്ലെങ്കിൽ കൊതു തട്ടി ഈച്ച വന്നു അതിനൊന്ന് തട്ടി കഴിഞ്ഞാൽ പിന്നെ അശുദ്ധമാവും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൈ കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ പുഷ്പം കഴിഞ്ഞു. പുഷ്പം കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൈ നനയ്ക്കുന്നൊരു കുഴപ്പമില്ല. ധൂപം, ആ ധൂപം ഭഗവാനെന്ന് പൂജിച്ചു. അപ്പോൾ അതിൽ മണി ഉദ്ദേശിച്ച് വളരെ സൗകര്യമായി. അപ്പോൾ ഈ ധൂപത്തിനും ദീപത്തിനും മണിയൊന്നും അടിക്കാൻ ശബ്ദം ഉണ്ടാക്കാം ഇല്ല, ഈ കിണ്ടിയുമൊന്നും തട്ടാന്ന് പറയണത്. അപ്പോൾ ഈ ധൂപം കൊണ്ട് പൂജിച്ച് അത് വെച്ചതിന് ശേഷം പിന്നെ ദീപം, ആ ദീപം ഭഗവാനെ കാണിക്കുക. അത് കാണിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം തെളിച്ചിട്ട് നമ്മൾ ഭഗവാനെ നേദിക്കാനുള്ള ആ നിവേദ്യം എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. ഭഗവാന്റെ മുന്നിൽ അല്ലെങ്കിൽ സൈഡിലെങ്കിലും. അപ്പോൾ ഒരു പൂവെടുത്തിട്ട് തുളസിയുടെ എന്താണ് വെച്ചാൽ പൂവെടുത്തിട്ട് സ്വല്പം വെള്ളം നനച്ചിട്ട് അതിലിടുക. ഇവിടെ താഴ്ത്തിട്ടിട്ട് അതിൻ്റെ മീതെ പ്രസാദം വയ്ക്കുക. എന്നിട്ട് ഇതിലൊന്ന് പൂജിക്കുക. ഇതിലും പഞ്ചാർച്ചന ചെയ്യാം. പഞ്ചാർച്ചന ചെയ്തിട്ട് കൈയൊന്ന് ശുദ്ധാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇതൊന്ന് അങ്ങനെ വ്ളാഗുക എന്ന് പറയും. ഒന്ന് തെളിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അവിടെ ഒറ്റിക്കുക. നിവേദ്യത്തിൽ ഒറ്റിക്കുക, കുറച്ച് അതിൻ്റെ മുന്നിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് ഭഗവാനെ നേദിക്കുക. അങ്ങനെ ഒരു 4 or 5 തവണ ഭഗവാനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വായിലേക്ക്, നാക്കിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് വാരി അദ്ദേഹം അങ്ങനെ കൊടുക്കുക. അത് ഒരു 4 or 5 തവണ കഴിഞ്ഞാൽ 2 കൈയിലും പുഷ്പെടുത്തിട്ട് ഈ നിവേദ്യത്തിനെ സർവാത്മന നൈവേദ്യം സമർപ്പയാമി, ഇത് പറയാൻ കിട്ടില്ലെങ്കിൽ ഇതിലത്തെ എല്ലാ എസൻസും എല്ലാ ഇതിലും ഭഗവാൻ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോൻ്റെ മുന്നിലേക്ക് ഇടുക, അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുന്നിലേക്ക് ഇടുക. അപ്പോൾ നമ്മളിത് അദ്ദേഹത്തിൻ്റെ വായയിൽ വെച്ച് കൊടുക്കണമെന്നില്ല, ഇവിടെ സങ്കല്പിച്ച് നമ്മൾ ഇട്ടാൽ മതി, അദ്ദേഹത്തിന് കിട്ടും. എന്നിട്ട് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പൂവെടുത്തിട്ട് നിവേദ്യത്തിലേക്ക് ഇടുക. അതേപോലെ തന്നെ 2 തവണ ഇവിടുന്ന് ഒരു പൂവ് കൊടുത്തിട്ട് ഈ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഈ പൂവിലേക്ക് മാറ്റിയിട്ട് പൂവിലേക്ക് ഒഴിച്ചിട്ട് ഇതിരിക്കും അതേപോലെ തന്നെ നിവേദിക്കുക. ആ നിവേദിച്ചിട്ട് ഈ പുഷ്പമൊക്കെ ഈ പ്രസാദത്തിലേക്ക് ഇട്ടിട്ട് അത് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചു, ഭഗവാനെ നിവേദിച്ചു. ഇനി ആ സ്ഥലത്ത് കുറച്ച് വെള്ളം തെളിച്ച് ശുദ്ധമാക്കി കൈ കഴുകി വീണ്ടും അതേപോലെ തന്നെ ഭഗവാനെ നമ്മൾ വിളിച്ചു വരുത്തി പഞ്ചാർച്ചന പൂജ അതിൻ്റെ കൃത്യമായിട്ട് ചെയ്തു. ഭഗവാന് പ്രസാദം കൊടുത്തു, നിവേദ്യം വെച്ചു, ഭക്ഷണം കൊടുത്തു, സന്തോഷമാക്കി. എന്നിട്ട് ഈ ഭസ്മത്തട്ടിലേക്ക്, ആ ഭസ്മത്തട്ടിലേക്ക് അല്ലെങ്കിൽ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഇലയിലേക്ക് കുറച്ച് ഭസ്മം ഇട്ടിട്ട് കൈക്ക് പൊള്ളരുത്. എന്നിട്ട് അതിലേക്ക് കർപ്പൂര കട്ട വെച്ചിട്ട് കത്തിച്ച് ഭഗവാനെ നന്നായിട്ട് ആരാധിക്കുക. അത് ആരാധിച്ചതിന് ശേഷം അത് താഴെ വെച്ചിട്ട് വീണ്ടും അന്ന് കുറച്ച് പൂ കൊടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കണ്ടിട്ട് ഭഗവാനെ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചിട്ട് ഭഗവാനോട് നന്നായിട്ട് സന്തോഷം, നമ്മൾ ചെയ്ത കർമ്മം കൈക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ലോട്ടറി അടിക്കണേ, എന്നെ വലിയ പണക്കാരനാക്കണേ, 6 മാസത്തിനുള്ളിൽ കോടീശ്വരനാക്കണേ എന്നല്ല, അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത കർമ്മം സന്തോഷത്തോടു കൂടി കൈയേൽക്കണേ, അത്ര തന്നെ പറയുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അദ്ദേഹം തീരുമാനിച്ചുള്ളൂ. അപ്പോൾ വിശ്വമായിക്കാണെങ്കിൽ വിശ്വമായിക്ക്, ഭദ്രകാളിക്കാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കർമ്മം കൊടുക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൂജയാണ് പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞു എല്ലാവരും ഇന്നത്തെ കാലത്ത് ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ പൂജിക്കുന്ന ആളുകൾക്ക് ഇതിങ്ങനെ ആശയുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട് എന്നറിയില്ല. ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല, ചോദിക്കാനുള്ള വഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഞാനിത് പരിചയപ്പെടുത്തിയത്. അപ്പോൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പൂജയാണ് പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞു, എല്ലാവരും ഇന്നത്തെ കാലത്ത് ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ പൂജിക്കുന്ന ആളുകൾക്ക് ഇതിങ്ങനെ ആശയുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട് എന്നറിയില്ല. ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ല, ചോദിക്കാനുള്ള വഴിയില്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എത്ര മൂർത്തികളുണ്ട് വെച്ചാലും, ഒരു 4-5 മൂർത്തികൾ ഒരു തറയിലുണ്ടെങ്കിലും എല്ലാവർക്കും ഇതേപോലെ തന്നെ പഞ്ചാർച്ചന ചെയ്യുക, എല്ലാവർക്കും നിവേദ്യം വയ്ക്കുക. അതേപോലെ തന്നെ ഇനി ഒറ്റയ്ക്ക് തറക്കുകയാണെങ്കിൽ ആദ്യം ദേവി ഇരിക്കുന്ന സ്ഥലത്ത് ആ ദേവിയുടെ അവിടെ നിന്ന് തുടങ്ങുക. അല്ലെങ്കിൽ ഒറ്റ പ്രതിഷ്ഠയുള്ള വെച്ച് അവിടെ വെച്ച് തന്നെ ചെയ്യാം, അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ വീട്ടുകാരൊക്കെ തൊഴാനായിട്ട് വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പൂജിച്ച് എല്ലാം കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേശ്ശെ പുഷ്പം കയ്യിൽ കൊടുക്കുക. അതിൽ മുന്നേ കുറച്ച് തീർത്തെടുത്തിട്ട് എല്ലാവരും തെളിക്കുക, കുടിക്കാനും കൊടുക്കുക. അപ്പോൾ അവരൊന്ന് ശുദ്ധിയായി വന്നിട്ടുള്ളവർ. എന്നിട്ട് കുറച്ച് പുഷ്പം എല്ലാവരെയും കൊടുക്കുക. അപ്പോൾ അവരും ഈ ദേവൻ്റെ അടുത്ത് അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് നമ്മൾ പൂജിച്ച സ്ഥലത്ത് അവർ നന്നായി പ്രാർത്ഥിക്കുക, പുഷ്പമിട്ടിട്ട് അവർ നന്നായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അത് നമ്മളൊരു വലിയൊരു ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യുന്ന അതേ അനുഭവം നമുക്ക് മാനസികമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പം ഇങ്ങനെ പല തവണ ചെയ്യുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിനും ശക്തി ചൈതന്യങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. നമുക്കും പൂജിക്കാനായിട്ടൊരു ഇഷ്ടം തോന്നും. അപ്പം അങ്ങനെ പൂജിക്കുക. അതേപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 1, 2, 3 തവണ പൂജ ചെയ്യുമ്പോഴേക്കും വലിയൊരു കർമ്മിയായി എന്നുള്ള അഹങ്കാരം കൊണ്ട് നമ്മളൊന്നും ചെയ്യരുത്. അപ്പം ആദ്യത്തെ ഗുണം പോലും ഉണ്ടാവില്ല. എന്താ ഈ വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണുമായ എന്നല്ല, ദൈവമാണ്, ഒരു ദൈവശക്തിയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുന്നത് എൻ്റെ സ്വന്തമല്ല, അല്ലെങ്കിൽ വേറെ ആളുടെ സ്വന്തമല്ല, ഇതിൽ പൂജിക്കുന്ന ആളുടെ സ്വന്തമല്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലത്താണ് ആ ചൈതന്യം. ആ ചൈതന്യത്തിന് നിലനിർത്തേണ്ടത് ആ വീട്ടുകാരുടെ ചുമതലയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിളക്ക് വയ്ക്കണം, അല്ലെങ്കിൽ ഇതിനെ കഴുകണം, നിവേദ്യം വയ്ക്കണം. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വിഷ്ണുമായനെ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ദേവീനെ അല്ലെങ്കിൽ ദേവനെ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ഗുരുമുത്തച്ഛൻ ഉണ്ടാവും. ചിലപ്പോൾ 1-2 മുത്തച്ഛന്മാരൊക്കെ ഉണ്ടാവും. ആ ഈ മുത്തച്ഛന്മാർക്കും ഇതേപോലെ തന്നെ കർമ്മം ചെയ്യണം, അവർക്കും പൂജിക്കണം. അവരാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യണമെങ്കിൽ ഇതേ കർമ്മം തന്നെ ഗുരുമുത്തച്ഛന്മാർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് ഇവർ കയ്യേൽക്കുള്ളൂ, സന്തോഷത്തോടെ അനുഭവിക്കുള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഐശ്വര്യങ്ങളുണ്ടാവും, അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ നല്ലൊരു ചുറ്റുവിളക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ബന്ധുമിത്രാദികളെല്ലാവരും കൂടിയിട്ടാണ് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നാവും. അപ്പോൾ കഷ്ടങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാകും, ആപത്തുകളുണ്ടാകും, അപകടങ്ങളുണ്ടാകും, ദുരിതമരണങ്ങളുണ്ടായിരിക്കും. അപ്പം അതിനൊരു വേറൊരു ലൈൻ, നമ്മുടെ കുടുംബക്ഷേത്രം നശിച്ചു പോയിട്ട് പൂജകളൊന്നും ചെയ്യുന്നില്ല, വിളക്ക് വെപ്പില്ല, കാര്യങ്ങളില്ല, അങ്ങനെ വന്നാലും ദുരിതങ്ങൾ വരും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ടാകും. അപ്പം ഇത് വിചാരിച്ചിട്ട് നമ്മൾ ദൈവത്തിനെ ധിക്കരിച്ചിട്ട് ഇങ്ങനെ ഒരു ദൈവം ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് മരിച്ചു പോകും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചു പോകും, ദൈവത്തിന് ഇത്ര ശക്തിയുള്ളതല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്കത് നടത്തി തരാറുന്നില്ലേ. അപ്പോൾ ജനനം, മരണം, മറ്റുള്ളതായ പ്രക്രിയകൾ, ഇപ്പോൾ കടം ഉണ്ടാവും, ധനം ഉണ്ടാവും, ജീവിതത്തിൽ പട്ടിണി ഉണ്ടാവും, പരിവട്ടം ഉണ്ടാവും, നല്ല സമ്പന്നനാകാം, ദരിദ്രനാകാം, അതൊക്കെ ഓരോരുത്തർക്ക് യോഗമാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ വിളിക്കുന്ന ഒരു ദൈവം, നമ്മൾ പൂജിക്കുന്ന ഒരു ദൈവം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും നിലനിൽക്കാൻ പറ്റണം എന്നുള്ളത് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക. അതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ പൈസകൾ അനാവശ്യമായിട്ട് ഓരോരുത്തർ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളതിനെ മാത്രം തിരഞ്ഞെടുക്കുക, നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക. ബാക്കി നമ്മുടെ കുടുംബത്തിൽ തന്നെ ദൈവങ്ങളെ പൂജിക്കുക. നമ്മുടെ കുടുംബത്തിലെ ദൈവങ്ങളെ പൂജിക്കാതെ വേറെ എവിടെ പോയിട്ട് നമ്മൾ ആശ്രയിച്ചാലും അതുകൊണ്ട് ഗുണം ഉണ്ടാകില്ല. നമ്മുടെ വീട്ടിൽ ദൈവങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പോകുന്നുണ്ട്, കുഴപ്പമില്ല, മറ്റു ക്ഷേത്രത്തിലേക്ക് പോകാതിരുന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ ധർമ്മദൈവങ്ങൾ, അന്നനീരില്ല, വിളക്കില്ല, കർമ്മങ്ങളില്ല, മുൻകാലത്ത് ഓരോ ആഘോഷങ്ങളായിട്ട് കൊണ്ടാടി നടന്നിരുന്ന കുടുംബനാരായണായിരിക്കാം ഇന്നൊക്കെ വളരെയധികം ഒറ്റപ്പെട്ടു, നശിച്ചു പോയി, ഒന്നുമില്ല അവിടെ. അങ്ങനെ വരുമ്പോൾ നാശങ്ങളുടെ പടുകുഴിയിലേക്കാണ് പിന്നെ പോവുക. അപ്പം അതൊന്നും വരുത്താതെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പം ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
നിങ്ങളത് അനുവർത്തിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.